നിലമ്പൂരിൽ താൻ പിടിച്ചത് പിണറായിസത്തിനെതിരായ വോട്ടാണെന്ന് പി.വി. അൻവർ യു.ഡി.എഫിന്റെ വോട്ട് പിടിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് എന്നും എന്നാൽ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. പിണറായിസത്തിനെതിരായ വോട്ടാണ് താൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് LDF ക്യാമ്പിൽ നിന്നാണ് എന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് വോട്ട് ലഭിക്കില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഇത് എന്നും താൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് പിന്തുണ ലഭിച്ചുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു. മലയോര ജനതയുടെ പ്രശ്നങ്ങളൊന്നും പരിഗണിക്കാതെ 2026 അത്ര എളുപ്പത്തിൽ വിജയിച്ച സർക്കാർ രൂപീകരിക്കാമെന്ന് കരുതിയാൽ അത് നടക്കില്ല. വിഷയത്തിൽ കൃത്യമായ പരിഹാരം ഉണ്ടാകുന്ന കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായാൽ UDF-നൊപ്പം മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം പി.വി. അൻവറിനെ UDF-ലേക്ക് പ്രവേശിപ്പിക്കുമെന്ന സൂചന നൽകി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്തെത്തി. അൻവർ ശക്തമായ ഫാക്ടർ അല്ല എങ്കിലും ചെറിയ ഫാക്ടറാണ് എന്ന് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. BJP സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ വോട്ട് അൻവർ പിടിച്ചുവെന്നും അത് യാഥാർത്ഥ്യമാണ് എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അൻവർ 9 വർഷക്കാലം MLA ആയിരുന്നു. സർക്കാരിനെതിരായ ശക്തമായ കാര്യങ്ങൾ ഉയർത്തി രാജിവെച്ചു. ജനങ്ങൾ തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിനെ UDF-ലേക്ക് കൂടാതിരുന്നതല്ലേ എന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. അൻവറിന്റെ കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ഇത്രയും വോട്ട് കിട്ടുന്നയാളെ തള്ളാൻ കഴിയില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. അൻവറിനെ തള്ളുമോ കൊള്ളുമോ എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. വാതിലിന് താക്കോൽ തുറക്കാനും അടയ്ക്കാനും ഉള്ളതാണ്. LDF 2 തവണ തുടർച്ചയായി ജയിച്ച മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുകയാണ് എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. UDF പ്രതീക്ഷിച്ച വോട്ടിനേക്കാൾ വലിയ വ്യത്യാസമില്ല എന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ ശക്തമായ പ്രതിഫലനമാണ് കാണുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.